നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഒരു മൈൻഡ് റീഡിംഗ് തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളാണ് ഉള്ളത്. രണ്ടും ഭഗവാന്റെ ചിത്രങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഏവരും ഒരു സമയം, ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു വട്ടമൊന്ന് ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ തുറന്ന് ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ രണ്ട് ചിത്രങ്ങൾ മാറി മാറി നോക്കുക. അപ്പോൾ ആദ്യം ഏവരും കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്നും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ ഒഴിവാക്കുവാനും കടന്നു വരേണ്ടതായ കാര്യങ്ങൾ അത് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എന്നും പ്രാർത്ഥിക്കുക. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ഈ ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണോ ആകർഷകമായി തോന്നിയത് എങ്കിൽ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സ് വല്ലാതെ ആകർഷിച്ച ആ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ കാര്യങ്ങൾ, ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്രമേൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ തീർച്ചയായും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം നടന്നു കിട്ടേണ്ട ഒരു കാര്യമുണ്ടാകാം. ആ കാര്യം നിങ്ങൾക്ക് ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നിങ്ങളിൽ നിന്നും വിട്ടകലേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യമാണ് എങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്തി വന്ദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ തന്നെയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ വളരെയധികം സഹായം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. സഹായം ലഭിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും ആ സഹായം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം തളർത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുള്ളതായും കാണുവാനായി സാധിക്കുന്നു. മാനസികപരമായി നോക്കുമ്പോഴും വളരെയധികം ഒറ്റപ്പെടലുകൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പുറമെ ചിരിച്ചു നിൽക്കുന്നതായ അവസരത്തിൽ പോലും ഉള്ളിൽ പല വിധത്തിലും സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഒതുക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. വളരെയധികം പ്രയാസങ്ങൾ മനസ്സിൽ തന്നെ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറയാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആലസ്യമുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടതില്ല, പിന്നീടാകാം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കുകയും അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ വിനയായി തീരാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജീവിതത്തിൽ പല വിധത്തിലും വിഷമതകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം.
നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം നിങ്ങളെ പല വിധത്തിലും സ്നേഹിച്ച വിശ്വസിച്ച പല വ്യക്തികളുമുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസവും ആ സ്നേഹവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലായിരുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെയായിരിക്കാം കൂടുതൽ വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുമുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുന്നവരാണ്. അത് കുടുംബത്തിനോടാണ് എങ്കിലും സുഹൃത്തുക്കളോടാണ് എങ്കിലും വളരെയധികം സ്നേഹം നിങ്ങൾ നൽകുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങൾ അർഹിക്കുന്ന വില, അംഗീകാരം, സ്ഥാനം മറ്റുള്ളവർ നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. അത് സത്യവുമാണ്. പലപ്പോഴും പലരും നിങ്ങളെ അവഗണിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിന് വളരെയധികം വേദന നൽകിയിരിക്കുന്ന കാര്യം പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ധനപരമായി നോക്കുകയാണ് എങ്കിൽ പണം പല വഴികളിലൂടെയും ചെലവായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാൽ പോലും അതിനനുസരിച്ച് ഒരു പ്രതിഫലം, അനുകൂല കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തത് നിങ്ങളെ വളരെയധികം തളർത്തുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന വ്യക്തികളാണ്. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് പറയാം. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചിന്തകളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് കാട് കയറുകയും ആ വിഷമങ്ങൾ വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുമുണ്ട്. പലപ്പോഴും ഭഗവാന് മുന്നിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ഭഗവാനെ എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് ഭാഗ്യം പോലും എന്നെ തുണയ്ക്കാത്തത്? ഇത്തരത്തിൽ പലവിധ ആകുലതകൾ ഭഗവാനോട് ചോദിക്കുകയോ മനസ്സിലെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന് തീർത്തും വ്യത്യസ്തമായ, നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ നിന്നും ഒരു മോചനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്രതിസന്ധികളാൽ വളരെയധികം പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും കരകയറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. ഒരു പരിഹാരം നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യമാണ് ഉള്ളത്. ആ പരിഹാരം നിങ്ങളെ തേടിയെത്താം. പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി അലട്ടിയിരുന്ന അത്തരം ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ധനം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാനായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ അധ്വാനത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് മുൻപിലുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പലപ്പോഴും നിങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. കഴിവുകൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. മനസമാധാനം ലഭിക്കാവുന്ന സാഹചര്യം, ആരോഗ്യപരമായ ഉയർച്ചയോ
തെറ്റായ ചിന്തകളിൽ നിന്നും മോചനമോ അസ്വസ്ഥതകൾ വഴിമാറിപ്പോകുന്ന സാഹചര്യമോ ഉണ്ടാകാം. പോസിറ്റീവായ ഊർജം വർദ്ധിക്കാം. ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പല വിജയങ്ങളും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങളെ എത്തിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. ഈ സമയം നിങ്ങളെ അലട്ടുന്നതായ ഒരു പ്രശ്നം ചിന്തകൾ തന്നെയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാകാം. അത്തരം ചിന്തകൾ ഇനി മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പ്രയോജനമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഭഗവാൻ ബോധ്യപ്പെടുത്തി തരും. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രതിഫലിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ആത്മവിശ്വാസം ഈ സമയം ആവശ്യമാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് എന്താണോ ഭഗവാനിൽ നിന്നും ലഭിക്കേണ്ടത് അത് പലതും പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയം മുഖം തിരിച്ചു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ജീവിതത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ചിന്തിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. ഏതെങ്കിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സ് വല്ലാതെ അലട്ടുന്നു എങ്കിൽ ആ പ്രശ്നങ്ങൾ പോലും ഭഗവാൻ കണ്ടിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. അവസരങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമായ അനുഭവങ്ങൾ തന്നെയാണ് നൽകാനായി പോകുന്നത്. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഇതിൽ ചില കാര്യങ്ങളെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നടക്കാം. ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അനുകൂലമാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാൻ നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നതായ സാഹചര്യമുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സെൻസിറ്റീവായ വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം ഉള്ളിൽ വളരെയധികം സ്ട്രോങ് ആണ് എന്ന് കരുതുന്നു എങ്കിലും നിങ്ങൾ അപ്രകാരമുള്ള വ്യക്തികളല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ വളരെ ശക്തരാണ് എന്ന് പലരെയും കാണിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയാലും നിങ്ങൾ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിനെ വിഷമം ബാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കുകയും ഒരേ സമയം ചിന്തിക്കുകയും പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെ പ്രവർത്തിക്കും. എന്നാൽ നിങ്ങൾക്ക് അർഹിച്ച വിജയം ലഭിക്കണം എന്നില്ല. പലപ്പോഴും അവസാന നിമിഷം പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നതായ അവസ്ഥ, നിങ്ങൾക്ക് യഥാർത്ഥ ഫലം ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ഇത് സ്ഥിരമായി പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അബദ്ധമായിരുന്നു എന്ന് തോന്നുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിരോധാഭാസം എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും ഊർജം നൽകുവാനും ഉപദേശങ്ങൾ നൽകുവാനും സാധിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്ത് പ്രവർത്തിക്കണം എന്നറിയാതെ പലപ്പോഴും ചിന്തിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ് പല സമയങ്ങളിലും കാണുവാൻ സാധിക്കുക. വിഷമതകൾ അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങൾ അത് എളുപ്പത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല. കഷ്ടപ്പാടുകളുടെ ഫലമായിരിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അത് ഇമോഷൻ തന്നെയാണ്. ദേഷ്യം വരികയാണ് എങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സാഹചര്യമുണ്ട്.
സങ്കടമാണ് എങ്കിൽ വളരെയധികം സങ്കടപ്പെടുന്ന സാഹചര്യം. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളും അബദ്ധവശാൽ പറഞ്ഞു പോകുന്ന സാഹചര്യം. പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നാം. ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അതായത് ചിലരെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന രീതിയിലുള്ള സംസാരമോ ആകാം. പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് തോറ്റു കൊടുക്കുവാൻ ഒരിക്കലും താല്പര്യപ്പെടാത്ത, ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എന്ന് പറയാം. വിമർശനങ്ങൾ പലപ്പോഴും നിങ്ങളെ ബാധിക്കാറുണ്ട്, ദോഷകരമായി തന്നെ ബാധിക്കാറുണ്ട്. പലപ്പോഴും തളർന്നു പോകുന്ന സാഹചര്യം പോലുമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അതായത് ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, എന്നാൽ പലപ്പോഴും അത് കൃത്യമായി വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പല കാര്യങ്ങൾ കൊണ്ടും ഭഗവാനോട് ചോദിച്ചു പോകുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇത്തരം ചിന്തകൾ മാറ്റിമറിക്കുവാൻ സഹായകരമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അവസാനിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന പ്രയാസങ്ങൾ അത് അവസാനിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പോസിറ്റീവായ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമാവുകയോ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ അല്ലെങ്കിൽ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കടന്നു വരേണ്ടതായ ചില കാര്യങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പലപ്പോഴും നിങ്ങൾക്ക് അർഹിക്കുന്നതായ പരിഗണന ലഭിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സാഹചര്യം പോലും വന്നു ചേരാം. ധനം ഉയർച്ച കൈവരിക്കുന്ന ധനപരമായ ഉയർച്ച കൈവരിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല വിധത്തിലും വരുമാന മാർഗങ്ങൾ, ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന സാഹചര്യം വന്നു ചേരാം. സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നെഗറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ, ബന്ധങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ ഒഴിവായി പോകുന്ന സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. മനസ്സിൽ വലിയ ഭാരം തന്നെ നിങ്ങൾക്കുണ്ട്. ഈ ഭാരം ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന ഒരു സമയത്തിലേക്ക് പ്രവേശിക്കാം. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, അത് നടക്കണം എന്ന പ്രാർത്ഥനയുമുണ്ട്. എന്നാൽ ഭഗവാൻ കടാക്ഷിക്കുന്നില്ല എന്നൊരു പരാതി, ഒരു ചിന്ത മനസ്സിലുണ്ട് എങ്കിൽ അത് വെറുതെയാണ്. ഭഗവാൻ തന്നെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തി തരികയോ സന്തോഷം നിറഞ്ഞ ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷം ലഭിക്കാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇഷ്ടപ്പെട്ടത് അത്തരം ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ഭഗവാന് മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നടക്കുകയോ അനുകൂലമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വരികയോ ചെയ്യാം. അതിനാൽ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്.
എന്നാൽ മറ്റു ചില കാര്യങ്ങൾ വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കാവുന്ന സാഹചര്യം, അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത്. ഈ സമയം പൂർണ്ണമായ വിശ്വാസവും പോസിറ്റീവായ എനർജിയും നിറഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ നൽകും. ആത്മവിശ്വാസവും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും ഭഗവാന്റെ ഇച്ഛയാൽ നിങ്ങളിലേക്ക് വന്നു ചേരും.